സലാമേ നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസികളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. സൗദി അറേബ്യയിൽ ഒരുപാട് പേരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്, കമ്പനിയുടെ വാഹനം ഓടിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് പേഴ്സണൽ വണ്ടിയുള്ളവരൊക്കെ വാഹനം ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് അവരുടെ ഒരു ഉപദേശം തരാം. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല ആപ്പുകളും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്പിൽ കയറി നിങ്ങൾ അപ്ലോഡ് ചെയ്തു, അവർ പറയും നിങ്ങൾ ഇൻഷുറൻസിന് വേണ്ടിയുള്ള അക്കൗണ്ടിൽ കാശ് അടക്കാൻ പറയും. നിങ്ങൾ കാശ് അയച്ചു കൊടുക്കും, പിന്നെ അവരൊരു റിപ്ലൈ ഉണ്ടാവില്ല. അങ്ങനെ കുടുങ്ങിയ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് 2 ദിവസം മുമ്പ് അവൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഇതേപോലെ ആപ്പിൽ കയറി അപ്ലോഡ് ചെയ്തു, അക്കൗണ്ടിൽ പൈസ അയച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ യാതൊരു റിപ്ലൈ ഇല്ല, ഒരു റിപ്ലൈ ഉണ്ടാവില്ല. അവൻ്റെ കാശ് പോയി, 1200 റിയാൽ പോയി. പിന്നെ അവനൊരു മക്തബിൽ പോയി ഇൻഷുറൻസ് ക്ലിയർ ചെയ്തതാണ്. അതുകൊണ്ട് ഓൺലൈൻ ആപ്പ് കണ്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ നിൽക്കേണ്ട, ഉത്തരവാദിത്തപ്പെട്ട മക്തബ മുഖേനയോ എടുക്കുക. അതേപോലെ ഓൺലൈനായിട്ടുള്ള ലോണ് ഫേസ്ബുക്കിലും വാട്സപ്പ് കൂട്ടായ്മയിലും മറ്റിലൊക്കെ ലോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ആപ്പ് അതിലൊക്കെ കയറി നിങ്ങൾ ലിങ്കിലൊക്കെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും. അങ്ങനെ കുടുങ്ങിയവരും ഉണ്ട്. നിങ്ങൾക്ക് ലോണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല പ്രൊഫഷനും നിങ്ങൾക്ക് നല്ല സാലറി ഉണ്ട്, നിങ്ങളെ ബാങ്കിൽ 3 മാസം ശമ്പളം ഇറങ്ങിയ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ബാങ്കിൽ പോയാൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. പിന്നെ അതും ഇതും ആപ്പിൽ കയറി ലോൺ എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പ്രത്യേകം ഓർപ്പിക്കുന്നു, ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുക, അതിൽ കുടുങ്ങരുത്. ഒരു ഓൺലൈൻ തട്ടിപ്പിൽ നിങ്ങൾ കുടുങ്ങരുത്. പലതരത്തിലുള്ള ലിങ്കുകൾ വരും, അതിലൊന്നും നിങ്ങൾ കയറിയിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, മറക്കണ്ട. തട്ടിപ്പുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഓക്കെ, എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.